നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിരുന്ന മറ്റ് 2 ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടി കാണേണ്ടതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുന്നത് 1946-ലാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു യോഗം ആദ്യമായി ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുന്നത് 1946 ഡിസംബർ 6-ന്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് 1946 ഓഗസ്റ്റ് മാസത്തിലാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 1946 സെപ്റ്റംബർ 2-ന് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നു. അതായത് ബ്രിട്ടനിൽ നിന്നുള്ള അധികാര കൈമാറ്റം സുഗമമാക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട ഒരു താൽക്കാലിക ഭരണ സംവിധാനമാണ് ഇന്ത്യയുടെ ഇടക്കാല ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് രൂപീകൃതമാകുന്നത് 1946 സെപ്റ്റംബർ 2-നാണ്. ഓഗസ്റ്റ് മാസത്തിൽ തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് തന്നെയാണ് ഈ ഇടക്കാല ഗവൺമെന്റിനെയും തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രയാവുന്ന 1947 ഓഗസ്റ്റ് 15 വരെയായിരുന്നു ഈ ഇടക്കാല ഗവൺമെന്റിന്റെ കാലാവധി. ഇടക്കാല ഗവൺമെന്റിന്റെ ഭാഗമാകാൻ ആദ്യം മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അവര് ഈ ഇടക്കാല ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയെ വിഭജിക്കുന്നതിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ ആവിഷ്കരിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ജൂൺ 3 പ്ലാൻ എന്ന് പറയാറുണ്ട്. ഇതിനെ നമ്മൾ ഡിക്കി ബേർഡ് പ്ലാൻ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ബാൽക്കൺ പദ്ധതി എന്ന് പറയാറുണ്ട്. അപ്പൊ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയും, ജൂൺ 3 പ്ലാൻ എന്ന് പറയും, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൽക്കൺ പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതിയെയാണ്. ഇന്ത്യയെ വിഭജിക്കുന്നതിനായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി മൗണ്ട് ബാറ്റൺ ആവിഷ്കരിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. ഈ മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലെത്തുന്നത് 1947 മാർച്ച് 22-നാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൺ ഇന്ത്യയിൽ എത്തുന്നത് 1947-ലാണ്. 1947 മാർച്ച് 22-നാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൺ. ഈ മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ വിഭജിക്കുന്നതിനായും സ്വാതന്ത്ര്യം നൽകുന്നതിനായും ആവിഷ്കരിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതിയും മൗണ്ട് ബാറ്റൺ പദ്ധതി തന്നെയാണ്. ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. ഈ പദ്ധതി തയ്യാറാക്കുന്നതിനായി അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് VP മേനോൻ. അപ്പൊ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കുന്നതിനായി അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് VP മേനോൻ ആണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൺ പദ്ധതി തന്നെയാണ്. ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 നിലവിൽ വന്നത് ഏത് പദ്ധതി പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരമാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തു വെച്ചേക്കുക. 1945 ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു.
ആ പൊതുതെരഞ്ഞെടുപ്പിൽ ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. അതിനു മുമ്പ് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു പ്രധാനമന്ത്രി. എന്നാൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി വരികയും ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനോട് ഏറ്റവും അനുഭാവം കാണിക്കുന്ന നേതാവായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. 1948 ജൂൺ 30 മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് ഇന്ത്യക്ക് പൂർണ്ണ സ്വയംഭരണം നൽകും എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. 1948 ജൂൺ 30 മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് ഇന്ത്യക്ക് പൂർണ്ണ സ്വയംഭരണം നൽകും എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഈ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലിയുടെ ഈ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. അത് എന്ന് ചോദിച്ചാൽ 1947 ജൂലൈ 4. തൊട്ടടുത്ത ദിവസം ജൂലൈ 5 ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നു. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് 1947 ജൂലൈ 5. 1947 ജൂലൈ 18 ഇതിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിക്കുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിക്കുന്നത് 1947 ജൂലൈ 18. അതായത് ഈ ബില്ലിൽ ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെക്കുന്നു. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരെ എന്ന് ചോദിച്ചാൽ അത് ജോർജ് ആറാമനാണ്. ജോർജ് ആറാമനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. ഈ ബില്ല് നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 15. അപ്പൊ ജൂലൈ 4 പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ജൂലൈ 5 പാർലമെന്റ് പാസ്സാക്കുന്നു. ജൂലൈ 18 ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവയ്ക്കുന്നു. ബില്ല് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണം എന്ന കർത്തവ്യത്തിന് പുറമെ രാജ്യത്തിന്റെ താൽക്കാലിക നിയമനിർമ്മാണ സഭയായും പ്രവർത്തിച്ചു. ഇപ്പൊ ഭരണഘടനാ നിർമ്മാണം എന്ന കർത്തവ്യത്തിന് പുറമെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി രാജ്യത്തിന്റെ താൽക്കാലിക നിയമനിർമ്മാണ സഭയായും പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ രാജ്യത്തിന്റെ താൽക്കാലിക നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അല്ല. അപ്പോൾ മറ്റൊരാളാണ് അതിന്റെ അധ്യക്ഷൻ. അത് GV മാവുലങ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതി രാജ്യത്തിന്റെ താൽക്കാലിക നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് GV മാവുലങ്കർ ആണ്. GV മാവുലങ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യ വിഭജനത്തിന് ശേഷം യോഗം ചേരുന്നത് വിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി യോഗം ചേരുന്നത് 1947 ഓഗസ്റ്റ് 14. 1947 ഓഗസ്റ്റ് 14 വിഭക്ത ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി യോഗം ചേരുന്നത്. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 299 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ മറ്റൊരു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 299 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 17 പേര് മലയാളികളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മലയാളികളായി എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 17 പേര്. 17 മലയാളികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്.
അതിൽ ഒരു മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. പനമ്പള്ളി ഗോവിന്ദ മേനോൻ അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊച്ചിയെ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊച്ചിയെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അതുപോലെ മറ്റൊരാളാണ് ജോൺ മത്തായി. അദ്ദേഹം യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പട്ടം താണുപിള്ള, പി ടി ചാക്കോ, കെ എ മുഹമ്മദ്, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള ഇവരൊക്കെ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പോൾ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് പട്ടം താണുപിള്ള, പി ടി ചാക്കോ, കെ എ മുഹമ്മദ്, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള എന്നിവര്. അതുപോലെ തന്നെ മദ്രാസിനെ പ്രതിനിധീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നവരാണ് കെ മാധവ മേനോൻ. അതുപോലെ മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, അബ്ദുൾ സത്താർ ഹാജി, എ കെ മേനോൻ, പി പോഗ്, പി കുഞ്ഞിരാമൻ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം ഇവരായിരുന്നു മദ്രാസിനെ പ്രതിനിധീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഇവരെ കൂടാതെ 3 മലയാളി വനിതകളും ഉണ്ടായിരുന്നു. മൊത്തം 17 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേര് മലയാളി വനിതകളായിരുന്നു. ആനി മസ്രീന്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ ആനി മസ്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇതില് ആനി മസ്രീന് തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നാൽ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മദ്രാസിനെയാണ് പ്രതിനിധീകരിച്ചത്. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മദ്രാസിനെ പ്രതിനിധീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനാണ്. മാത്രവുമല്ല ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത അത് ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 17 മലയാളികൾ, അതിൽ 3 പേര് മലയാളി വനിതകളാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര മലയാളി വനിതകൾ എന്ന് ചോദിച്ചാൽ 3 പേരാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര വനിതകളുണ്ട് എന്ന് ചോദിച്ചാൽ അത് 15 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര വനിതകളുണ്ട് എന്ന് ചോദിച്ചാൽ അത് 15 പേരാണ്. മലയാളികളായ 3 വനിതകൾ, ആകെ വനിതകൾ 15 പേര്. ഒന്ന് സരോജിനി നായിഡു. നമുക്കറിയാം ഗവർണറാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അടുത്തതാണ് സുചേത കൃപലാനി. മുഖ്യമന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത സുചേത കൃപലാനി. വിജയലക്ഷ്മി പണ്ഡിറ്റ് അംബാസഡർ ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതുപോലെ രാജ്കുമാരി അമൃത് കൗൾ കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാവുന്ന ആദ്യ വനിതയാണ് രാജ്കുമാരി അമൃത് കൗൾ. ഇവര് കേന്ദ്ര ക്യാബിനറ്റിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രൂപീകരിക്കുന്നത്. അടുത്തതാണ് ബീഗം ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. അപ്പോൾ സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, രാജ്കുമാരി അമൃത് കൗൾ, ബീഗം ഐസാസ് റസൂൽ ഇവരെ കൂടാതെ ദുർഗാഭായി ദേശ്മുഖ്, കമല ചൗധരി, മാലതി ചൗധരി, ലീല റായി, രേണുക റായി, ഹൻസ ജീവരാജ് മേത്ത, പൂർണിമ ബാനർജി എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വനിതകൾ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ
നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത്. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഇത് അംഗീകരിക്കുന്നത് 49 നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1950 ജാനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. അതായത് ഇന്ത്യയുടെ ഭരണത്തലവൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്നു. ഇന്ത്യയുടെ ഭരണത്തലവൻ അത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ല എങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷമായി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ല എങ്കിലും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണത്തലവൻ ആയതുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് 2 വർഷവും 11 മാസവും 18 ദിവസവും വേണ്ടി വന്നു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഭരണഘടന പൂർത്തിയാക്കുന്നതിന് 2 വർഷവും 11 മാസവും 18 ദിവസവും ആവശ്യമായി വന്നു. ഈ സമയത്ത് 11 സമ്മേളനങ്ങളിലായി 165 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി സമ്മേളിച്ചത്. 11 സമ്മേളനങ്ങളിലായി 165 ദിവസം ഭരണഘടനാ നിർമ്മാണ സമിതി സമ്മേളിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന യോഗം ചേരുന്നത് 1950 ജാനുവരി 24. ഭരണഘടനാ നിർമ്മാണ സമിതി അതിന്റെ അവസാന യോഗം ചേരുന്നത് 1950 ജാനുവരി 24 ഈ യോഗത്തിൽ വെച്ച് അവസാന യോഗത്തിൽ വെച്ച് ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 284 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഭരണഘടനാ നിർമ്മാതാക്കള് ഭരണഘടന രൂപീകരിക്കുന്നതിനായി 60 രാജ്യങ്ങളുടെ ഭരണഘടനയാണ് പരിശോധിച്ചത്. 60 രാജ്യങ്ങളുടെ ഭരണഘടന പരിശോധിക്കുകയും 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഭരണഘടനയുടെ നിർമ്മാതാക്കള് ഭരണഘടന രൂപീകരിക്കുന്നതിനായി എത്ര രാജ്യങ്ങളുടെ ഭരണഘടന പരിശോധിച്ചു എന്ന് ചോദിച്ചാൽ 60 രാജ്യങ്ങളുടെ ഭരണഘടനയാണ് പരിശോധിച്ചത്. എന്നാൽ 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഭരണഘടന പൂർത്തീകരിക്കുന്നതിന് 64 ലക്ഷം രൂപയാണ് ചിലവാക്കേണ്ടി വന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഭരണഘടന പൂർത്തിയാക്കുന്നതിന് 64 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നു. അപ്പോൾ ഭരണഘടനയുടെ രൂപീകരണത്തിനായി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചെറുതും വലുതുമായ അനേകം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.